ഡിയേഴ്സ്, സൂപ്പർ കൺമണി സീരിയലിലെ ഏറ്റവും പുതിയ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയേറെ കലഹങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ശേഷം കൃഷ്ണന് കൺമണി ബ്രേക്ക്ഫാസ്റ്റ് ആയി വരുന്നുണ്ട് കേട്ടോ. ആ സമയം കൈകൊണ്ട് വയ്യാതെ കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട കൺമണിക്ക് ആകെ വിഷമാകുന്നുണ്ട്. ആ സമയം വരുൺ കമ്പനിയിലേക്ക് വരുന്നുണ്ട്. അവിടെ അമ്മായിമാരെ കാണുന്നുണ്ട്. ധനലക്ഷ്മി വാക്കുകൊടുത്തതിന് ശേഷം സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് വരുൺ. ഞാൻ ഉറപ്പിച്ചിരുന്നു അവൾ കൃഷ്ണന്റെ വീട്ടിൽ പോകില്ല എന്ന് പറയുന്നുണ്ട് വരുൺ അമ്മായിമാരോട്. ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ വേദനയെടുത്ത കൈയും വിൽവിലിക്കുന്ന കണ്ട കൺമണി എന്ത് പറ്റി സാറെന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണന്റെ അടുത്ത്. എന്നിട്ട് ഫുഡ് കൺമണി കൃഷ്ണന് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗോകുൽ വിളിച്ചപ്പോൾ ഇക്കാര്യമൊക്കെ കൺമണി പറയുന്നുണ്ട്. ഇത് കേട്ട കുസൃതിയോടെ കൃഷ് സാർ ഫുഡ് വായിൽ വെച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടതാണോ അതോ അപ്പയായിട്ട് കൊടുത്തതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം വളരെ ദേഷ്യത്തോടെ എന്നെ കളിപ്പിക്കാൻ വന്നാൽ വെട്ടിക്കണ്ടിച്ച് കുഴിച്ചു മൂടും ഞാൻ എന്നൊക്കെ അമ്മായിമാരോട് വരുൺ പറയുമ്പോൾ ഞെട്ടിത്തിരിക്കുന്നുണ്ട് കേട്ടോ അമ്മായിമാർ. കാരണം ഈ വരുണൊരു സൈക്കിയാണെന്നൊക്കെ അമ്മായിമാർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് വിദ്യ ബലരാമനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സുമിത്രയെ കാണാൻ വന്ന ബലരാമനോട് കൃഷ്ണനെയും സാഗറിനെയും സുജാതയെയും ഉദ്ദേശിച്ച് മൂന്നിനെയും ഒരുമിച്ച് തീർത്താലോ എന്ന് പറയുന്നുണ്ട് സുമിത്ര. കൃഷ്ണ കയ്യിൽ ഓയിൽമെന്റ് പുരട്ടി കൊടുക്കുന്ന കൺമണിയെ കണ്ണെടുക്കാതെ തന്നെ കൃഷ്ണൻ നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണന്റെ മനസ്സിൽ കൺമണിയോട് ചെറിയൊരു ചായ്വ് മഹിയുടെ ഉപദേശം കൂടി ആയപ്പോൾ ഉണ്ടാകുന്നുണ്ട്. കൺമണി വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പേ അവർ തമ്മിൽ സ്നേഹത്തിലാകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.